ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം വേറൊന്നുമല്ല. ജാസ്മിനും റസ്മിനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു ഫൈറ്റ് ഉണ്ടായി. റസ്മിൻ ജാസ്മിൻ്റെ തുണക്കേറി പിടിച്ച് ഈഗോ പ്രശ്നം മൂലം. അതേക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മുടെ സിജോയും റോക്കിയും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാക്കിയപ്പോൾ റോക്കി ബിഗ് ബോസിൽ നിന്നും പുറത്താക്കി. സിജോയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടും റോക്കിയെ പുറത്താക്കി. അത് വേണം, അത് റോക്കി ചെയ്ത് വളരെ തെറ്റായി. അത്രയും ഇതില്ലെങ്കിലും ഇത് ഒരാളെ ഫിസിക്കൽ ചെയ്ത ഒരു ഇതാണ്. അപ്പോൾ അത് റസ്മിനോട് ചോദിക്കണം. കഴിഞ്ഞ ദിവസം ജിൻഡോനെ പിടിച്ച് നമ്മുടെ ജാസ്മിൻ അടിച്ചപ്പം അത് വലിയ ലാഭത്തിലെടുത്തില്ല. അത് ഒരാണാണ്. നേരെ തിരിച്ച് ജിൻഡോ ആണെങ്കിൽ അത് പ്രശ്നം. ജിൻഡോ ഇപ്പോൾ വീട്ടിൽ ഇരുന്നത് അത് പോട്ടെ. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, റസ്മിനെ വെറുതെ ലാലട്ടം വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് വിട്ടാൽ പോരാ. ലാലട്ടർ ഒന്നുമില്ലെങ്കിലും റസ്മിന് ഒരു മഞ്ഞക്കാർഡെങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ റസ്മിൻ ബാക്കിയുള്ള മത്സരാർത്ഥികളെ ഇതുപോലെ ഉപദ്രവിക്കും. റസ്മിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ റസ്മിൻ കാണിക്കുന്നതൊക്കെ ഒരുമാതിരി മെൻ്റലി ഉള്ള ആൾക്കാർ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അതൊന്നും തന്നെ അറിയാം. ഇത് ലാലട്ടറിന് ഉറപ്പായിട്ട് ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ചോദിക്കാൻ മാത്രമല്ല, തക്കതായി ഒന്നെങ്കിൽ റസ്മിനെ 2 ആഴ്ച നോമിനേഷനിൽ ഇടുകയും മഞ്ഞക്കാർഡ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും പണിഷും കൂടെ കൊടുക്കണം. അല്ലാതെ വെറുതെ ചുമ്മാ തള്ളി എന്തെങ്കിലും റസ്മിനെ മോളെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇല്ല ലാലട്ട എൻ്റെ കൈ അങ്ങ് പോയതേ ഉള്ളൂ എന്നും പറഞ്ഞുള്ള ഒരു സ്ഥിരം ഒരു ഒഴുക്കമാട്ടാണെങ്കിൽ അത് പറ്റില്ല. എന്നാന്ന് വെച്ചാൽ ആ മത്സരാർത്ഥി ഇനി വീണ്ടും ദേഷ്യം വരുമ്പം വേറെ മറ്റു മത്സരാർത്ഥിയെ ഉപദ്രവിക്കാൻ നോക്കും. റസ്മിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റസ്മിൻ പെരുമാറുന്നത് തന്നെ അറിയാം. നമ്മൾ വീഡിയോയിലൊക്കെ കാണുക റസ്മിന് ഒരുമാതിരി, നമുക്കൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് മാറും. ഇത് ഒരുമാതിരി പിന്നെ മെൻ്റലി ആൾക്കാർ ഇത് പെരുമാറുന്ന പോലെയാണ് റസ്മിന്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ഒരു ആക്ഷൻ വേണം. തീർച്ചയായും ലാലട്ടൻ അത് ചോദിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ റോക്കിയുടെയൊക്കെ കാര്യം നമ്മൾ കണ്ടല്ലേ, റോക്കിയൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ ജിൻഡോപ്പനൊക്കെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ അത് അവർ ചോദിച്ചുമില്ല, ഒന്നുമില്ല. അത് ജിൻഡോപ്പന് പരാതിയില്ല, അത് വേറെ കാര്യം. പരാതി ഉണ്ടെങ്കിൽ അത് ആക്ഷൻ എടുത്താലേ പറ്റൂ. അതേസമയം ജിൻഡോപ്പൻ മറിച്ച ചെയ്തെങ്കിൽ ജിൻഡോപ്പൻ ഇപ്പോൾ വീട്ടിൽ ഇരുന്നേനെ. ഇത് കയറി തൊണ്ണയ്ക്ക് കയറി പിടിക്കുകയാണ് ചെയ്തത് ജാസ്മിൻ പരാതിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ചോദിക്കേണ്ട കാര്യമാണ്. ഇത് തീർച്ചയായും ചോദിക്കണം. അല്ലാതെ ഒഴുക്കം മറ്റ് ലാലട്ടൻ ഇങ്ങനെ സംസാരിച്ചാൽ പോരാ. റസ്മിനോട് ഒരാളുടെ തൊണ്ണയ്ക്ക് കയറി പിടിച്ചിട്ട് ആ വ്യക്തിയെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഒരാളെ തൊണ്ണയ്ക്ക് പിടിച്ച ആള് പവർ ടീമിലൊരാൾ, എന്നിട്ട് ആ പിടികൊണ്ട ആളെ ജയിലിലും കൊണ്ടിട്ട് എന്തൊക്കെ കാര്യമാണ് നടക്കുന്നത്. ഇത്ര ഊളകളാണോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അന്നത്തുള്ളവരല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു, ബൈ.